ഞങ്ങൾക്ക് ഇന്നൊരു വലിയൊരു സാൽമൺ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ സാൽമൺ മുറിച്ച് ഞങ്ങൾ കറി വെക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ നമുക്ക് കിട്ടിയ നമ്മുടെ സാൽമൺ വെച്ച് ഞാനൊരു കോട്ടയം സ്റ്റൈല് ഫിഷ് കറി ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന്. അതിനായി നമ്മ ഇതിൻ്റെ സാൽമണിൻ്റെ ഇതൊരു പകുതിയോളം ഉണ്ട്. പകുതി ഞാനെടുത്ത് വറക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. അപ്പം പകുതിയോളം മുറിച്ച് നല്ല ചെറിയ പീസായിട്ട് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇതുപോലത്തെ ഈ വലിപ്പത്തിൽ 2 വെളുത്തുള്ളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും വലിപ്പത്തിലുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊടംപുളിയാണിത്. കൊടംപുളി നല്ലവണ്ണം കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ചുമന്നുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് 2-3 ചുമന്നുള്ളിയുടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ചുമന്നുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് എണ്ണ, പിന്നെ അതിൻ്റെ കൂടെ കടുക്, ഉലുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി. ഞാൻ എൻ്റെ സ്പൈസസ് പൊടികളെല്ലാം മേടിച്ചത് കോട്ടയത്ത് നമ്മുടെ പുതുപ്പള്ളി പള്ളിക്കടുത്തുള്ള പട്ടാശ്ശേരി മിൽസ് ആൻഡ് സ്പൈസസിൽ നിന്നാണ്. അത് നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പോൾ മേടിച്ചതാണ്. നല്ല ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പം ഞാൻ കൂടുതലും ഞങ്ങൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുളക് പൊടി, ഈ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എല്ലാ പൊടികളും ഞാൻ അവിടെ നിന്നാണ് ഈ പ്രാവശ്യം മേടിച്ചുകൊണ്ട് വന്നത്. നല്ല ഒരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ വലിപ്പത്തിൽ ഇങ്ങനെ വെളുത്തുള്ളി കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇഞ്ചി കട്ട് ചെയ്യുവാണ്. ഇഞ്ചി ഞാൻ ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് ഒന്ന് നടുക്കൂടെ സ്ലൈസ് ചെയ്ത് ചെറിയ സ്ലൈസായിട്ട് എടുത്തിട്ട് പിന്നെ നീളത്തിൽ അങ്ങ് കനം കുറച്ച് അങ്ങ് അരിഞ്ഞ് ചേർക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതലുണ്ടെങ്കിൽ മീൻകറിക്ക് നല്ല ടേസ്റ്റ് വരും. ഒത്തിരി കൂടുതലായാലും അഴുക്കാണ്. പക്ഷെ ഇതുപോലെ ഞാൻ ചെറുതായിട്ട് അരിയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ കട്ട് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് നമുക്ക് കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ അടുപ്പ് കത്തിച്ച് ഇവിടെ പാൻ ഞാൻ അടുപ്പിൽ വെച്ചേക്കുവാണ്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന കനോള ഓയിലാണ് ഇവിടുത്തെ. നിങ്ങൾക്ക് ഏതെണ്ണ വേണേലും യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഉള്ളവർ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യുന്നവർക്ക് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ എപ്പോഴും എൻ്റെ കുക്കിങ്ങിനെല്ലാം ഞാൻ കനോല ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ കുറച്ച് ഓയിലിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചൂടാവുമ്പോഴത്തേന് അപ്പം ഇവിടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അന്നേരം ഞാനിവിടെ ഇത്രയും ഒരു 1/2 ടീസ്പൂൺ ഉണ്ട്. ഇത് 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉലുവായൂടെ ഇട്ട് കൊടുക്കണം. ഉലുവ ഒത്തിരി വേണ്ട. ഉലുവ ഒത്തിരി കൂടിയാൽ നമ്മുടെ ഇതിന് ഒരു കയ്പ്പ് വരും. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഇത്രയും ഉലുവായ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ അതൊന്ന് പൊട്ടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഇവിടെ കടുകും ഉലുവായും ഒക്കെ നന്നായിട്ട് പൊട്ടി മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ഞാനിവിടെ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നതോടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിന്റെ ഒരു നിറം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതുണ്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ, കറി ലീവ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ അതില്ല. ഇത് കണ്ടോ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
ഇതിനാവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, തീ ഒന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കൊറിയാൻഡർ പൗഡറാണ്. അതൊരു 2 സ്പൂൺ നിറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇളക്കി കൊടുക്കാം. ഞാൻ നന്നായിട്ട് തീ കുറച്ച് വെച്ചേക്കുവാണ്. ഇപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 4 ഫുള്ള് ഇത് നിറച്ചുള്ള സ്പൂണിൽ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം മുളകിന് വലിയ എരിവില്ലാത്തത് കൊണ്ടാണ്. എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുളകിൻ്റെ ഇത് കുറയ്ക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തീ കുറച്ച് വെച്ച് തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കി മൂത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന നമ്മുടെ പുളിവെള്ളമാണ്. അതുകൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന നിങ്ങളുടെ രുചിക്കനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് വെള്ളോടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കുവാണ്. ഈ സമയം നമുക്ക് തീ ഒന്ന് കൂട്ടി വെക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ ഇത് കണ്ടോ, ഈ മുളകും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇതാ ഏകദേശം ഇങ്ങനെ എണ്ണ തെളിയുന്ന അവസ്ഥയിലോട്ട് വരുമ്പോൾ ഞാൻ ബാക്കിയുള്ള വെള്ളം, നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളോടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ചാറ് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം ഞാൻ ഇതിനൊരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഈ കപ്പിന് 2 വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കാം. ഓക്കെ, ഇത് കണ്ടോ, നമ്മുടെ ഈ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമ്മൾ മീൻ കഷ്ണം ഇടുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഉപ്പ് ഇച്ചിരി കാരം കുറവാണെന്ന് തോന്നുന്നു ഉപ്പിന്. ഓക്കെ, ഞാൻ ഇപ്പം ഈ സമയം ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുവാണേ. ഓക്കെ, അപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങൾ മൊത്തത്തോടെ ഞാൻ ഇട്ട് കൊടുത്തേക്കുവാണ്. ഇതെല്ലാം ഒന്ന് ഈ ചാറിനകത്ത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കൊന്ന് ഉടഞ്ഞു പോകാതെ, ഈ സാൽമണിന്റെ ദശ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആണ്. അപ്പം അത് പൊടിഞ്ഞു പോകാതെ നമുക്കൊന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മൂടി വെച്ച് ഇത് ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഇപ്പൊ ഏകദേശം 5 മിനിറ്റ് 6 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് തുറന്നു നോക്കാം എന്തായെന്നുള്ളത്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. ഇപ്പൊ നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ചാറെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ചാറ് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇത് കണ്ടോ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. ഈ സമയം ഞാനൊന്ന് അതിന്റെ ഉപ്പും പുളിയെല്ലാം ലാസ്റ്റ് ഫൈനൽ ഒന്ന് നോക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തീ ഓഫ് ആക്കി കൊടുക്കാം. ഉപ്പും പുളിയും അതുപോലെ തന്നെ എരിവൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. വേണ്ട, കാണുമ്പം തന്നെ ചോറ് കൂട്ടി കഴിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ. ഞാൻ ഇപ്പൊ തീ ഇവിടെ ഓഫ് ആക്കി കൊടുക്കുവാണ്. ഓക്കെ,
നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.